ഹലോ കൂട്ടുകാരി, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള 2 ക്രാഫ്റ്റ് വർക്കുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഐറ്റം കണ്ടിട്ട് മനസ്സിലാവാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല. നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന 2 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്കധികം യൂസ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ പഴയത് ഇവിടെ ഒരുപാട് ഒരു സൈഡിൽ കിടക്കുന്ന കണ്ടു. അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ തോന്നിയൊരു ഐഡിയ തന്നെ ചെയ്തെടുത്ത ഒരു ക്രാഫ്റ്റ് വർക്കാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു മാസ്കിൻ ടേപ്പ് എടുത്തിട്ടുണ്ട്. മാസ്കിൻ ടേപ്പോ സെലോ ടേപ്പോ എന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ എവിടെ വെച്ചാണോ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത് അവിടെ ഇതുപോലെ 2 സൈഡും ഒന്ന് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ടെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പിസ്ത ഷെല്ല് നമ്മൾ സ്ഥിരം ഈ ഒരു പിസ്ത ഷെല്ലാണ് നമ്മുടെ ക്രാഫ്റ്റ് വർക്കിൽ മെയിനായിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്നും പിസ്ത ഷെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിസ്ത ഷെല്ല് എടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു മാസ്കിൻ ടേപ്പിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ ട്രൈ ചെയ്യാനും മറക്കണ്ട. ഇങ്ങനെ നമ്മുടെ പിസ്ത ഷെല്ല് ഒട്ടിച്ചു കൊടുത്തപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു യെല്ലോ കളർ പെയിൻ്റ് അടിക്കാം. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പെയിൻ്റ് അടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഇതുപോലെ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മുടെ മാസ്കിൻ ടേപ്പോ സെല്ലോ ടേപ്പോ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പിസ്ത ഷെല്ല് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ പെയിൻ്റ് അടിച്ചെടുക്കാം. അങ്ങനെ അത്രയും നമുക്ക് റെഡി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലാക്ക് കളറിലുള്ള ആക്രിലിക് കളർ പെയിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് ലൈൻ പോലെ ഒന്ന് ഇതിൻ്റെ മുകളിലോട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, കട്ട് ചെയ്യാനും സിമ്പിളാണ്. ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സെല്ലോ ടേപ്പിൽ നിന്ന് ഈ ഒരു മാസ്കിൻ ടേപ്പിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ടുകാർ, നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും കൂട്ടുകാർ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ മാക്സിമം അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് അത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച അത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് സ്പൂണ് ഇതുപോലെ നമുക്കൊരു ബ്ലാക്ക് കളർ പെയിൻറ് വെച്ചിട്ട് അതിലൊരു ബോർഡറായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്തു വെച്ച ഒരു പിസ്ത തോടിലെ ആ ഒരു ഹണി ബീയെ ഓരോന്നായിട്ട് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഹണി ബി ഓരോന്നും ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു യെല്ലോ കളറിൽ തന്നെ ജസ്റ്റ് ചെറിയ പൂക്കൾ പോലെയൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്താണോ ഇഷ്ടം അത് നമുക്ക് ഇതിലോട്ട് വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെറിയ ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മിനുക്ക് പണികളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹണി ബീക്ക് ചിറകുകളൊക്കെ ഒന്ന് വരച്ചു കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പൂൺ കൊണ്ടിട്ടുള്ള സിമ്പിൾ ക്രാഫ്റ്റ്. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് സ്പൂൺ കിട്ടുവാണെങ്കിൽ കളയാതെ എടുത്ത് വെച്ചിരിക്കുക. അടിപൊളി ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിലോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആരും കളയരുതേ, ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കുക. ഇതേ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് നമ്മുടെ വോളിലൊക്കെ ഹാങ് ചെയ്തിടാം. നല്ല ഭംഗിയാണ്. അത് കിച്ചണിലൊക്കെ ഹാങ് ചെയ്തിടുമ്പോൾ പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഇതേ നമുക്ക് രണ്ടാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനുവേണ്ടി ഇതേ രണ്ടാമത്തെ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പിസ്താ ഷെല്ല് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതേ ഞാൻ ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. അതുകൊണ്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് എല്ലാ പിസ്താ ഷെല്ലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് ഇനി പെട്ടെന്ന് നമ്മുടെ പിസ്താഷ്യയിൽ ഒട്ടിക്കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ റെഡ് കളർ പെയിൻറ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് മോള് വന്നായിരുന്നു. മോള് കളിക്കാൻ പോയ സമയത്തായിരുന്നു എൻ്റെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക്. ആള് പെട്ടെന്ന് വരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ആളുടെ കൈയും കാലും പിടിച്ചിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനത്തെ നമ്മുടെ ലാസ്റ്റുള്ള പിസ്താഷ്യലിലോട്ടും പെയിൻ്റ് അടിച്ച് നമ്മൾ അതത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പിസ്താഷ്യല്ലി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാവൂ. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ സമയമില്ല. നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വർക്ക് തീർക്കണം, മോളെ നോക്കണം. അപ്പോൾ ഇതേ അടുത്തായിട്ട് വൈറ്റ് കളർ പെയിൻറ് വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. സിമ്പിളാണ് ഈ ഒരു പൂക്കളൊക്കെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഇത് ഇതുപോലെയൊക്കെ ഒന്ന് വരച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ റെഡ് കളർ ഉണങ്ങിയതിന് ശേഷം ഗ്രീൻ കളർ വെച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ ഇതുപോലെ ചെറിയ ലീഫ് പോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ സ്ട്രോബെറിയുടെ ആ ഒരു ഇതിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി വൈറ്റ് കളർ ഡോട്ട് വെച്ചിട്ട് നമ്മുടെ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഓരോ ഡോട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കറക്റ്റ് സ്ട്രോബെറി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സ്പൂൺ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ
കാർഡ്ബോർഡ് പീസ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്പൂണിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ട് അതിന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഏതാണോ പെയിൻറ്റ് അത് അടിച്ചു കൊടുത്തിട്ട് ഇതുപോലെയൊക്കെ ചെയ്തെടുത്താൽ മതി. ഇത് തന്നെ വേണം എന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. അങ്ങനെ ഇത്രയും തന്നെ ആയപ്പോൾ നല്ല ഭംഗി എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. പിന്നെ ആ ഒരു വൈറ്റ് കളർ പൂവിൻ്റെ സെൻറ്ററിൽ ഈ ഒരു ബ്ലാക്ക് കൂടെ വന്നപ്പോൾ കുറച്ചുകൂടെ ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തായിരുന്നു നമ്മുടെ സ്പൂണിൻ്റെ ആ ഒരു ബോർഡർ പോലെ ബ്ലാക്ക് കളർ. അപ്പോൾ അതുപോലെ ഇതിലും ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്, എങ്കിലേ നമ്മുടെ ഈ ഒരു വർക്ക് പൂർണ്ണമാകത്തുള്ളൂ. അതും നന്നായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഹാങ് ചെയ്യാം. വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ട്രോബെറിയുടെ സൈഡിലായിട്ട് ചെറിയ ലീഫൊക്കെ വരച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ചെറുതായിട്ടൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കളറിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറുമായിട്ട് മാച്ചായിട്ട് വന്നപ്പോൾ ആ ഒരു ലീഫ് പ്രത്യേകിച്ച് എടുത്ത് കാണുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക്. ഇത് സിമ്പിളായിട്ടുള്ള 2 ക്രാഫ്റ്റ് വർക്ക്, അതും ആർക്കും വേണ്ടാത്ത ഈ ഒരു പ്ലാസ്റ്റിക് സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.